Then how to make Gantt chart? ഇങ്ങനെയൊരു Gantt chart നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. First one, make a task list with all the tasks that are needed to complete your project. അതായത് Gantt chart പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ ജോലികളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഒരു ടാസ്ക് പോലും മാറിപ്പോകാതെ എല്ലാ ടാസ്കും ഓർഡർ ആയിട്ട് തന്നെ അത് സെറ്റ് ചെയ്യുക, ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. Then define the start and end dates for each task. ഓരോ ജോലിയുടെയും ആരംഭിക്കുന്ന ദിവസവും ആരംഭിക്കുന്ന തീയതിയും അവസാന തീയതികളും നിർവചിക്കുക. അപ്പൊ ഏത് ദിവസം ഏത് ടാസ്ക് ആരംഭിക്കണം, ആ ടാസ്ക് എന്ന് അവസാനിപ്പിക്കണം, ഇങ്ങനെയുള്ള ഡേറ്റുകൾ അത് തീരുമാനിച്ച് വെക്കുക. Then create a project timeline based on the duration of task. അതായത് ആ ടാസ്കുകളുടെ ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രോജക്റ്റ് ടൈം ലൈൻ സൃഷ്ടിക്കുക. അതായത് ആ ടാസ്ക് എത്ര ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കണം, ആ ഒരു നിർദ്ദിഷ്ട ഡേറ്റിനുള്ളിൽ തീർത്തിരിക്കണം എന്ന ഒരു ടൈം ലൈൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഡെഡ് ലൈൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ നിർദ്ദിഷ്ട ദിവസത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് തീർത്തിരിക്കണം എന്നുള്ളതാണ്. Then ഐഡന്റിഫൈ ടാസ്ക് ഡിപ്പെൻഡൻസീസ്. ടാസ്ക് ഡിപ്പെൻഡൻസികൾ തിരിച്ചറിയുക. അതായത് ഒരു ടാസ്ക് ഡിപ്പെൻഡൻസി എന്നത് ടാസ്കുകൾ നിർവഹിക്കുന്നതിന് പ്രത്യേക ക്രമം ആവശ്യമായ ഒരു ബന്ധമാണ്. അതായത് ടാസ്ക് എ കഴിഞ്ഞിട്ട് ടാസ്ക് ബി, ചിലപ്പോൾ ടാസ്ക് എ ടാസ്ക് ഡിയുമായിട്ടും കണക്ഷൻ ഉണ്ടായിരിക്കാം. അതിനർത്ഥം മുമ്പുള്ള ഒരു ജോലി മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആരോ മാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഏതിനായാലും ഒരു ആരോ മാർക്ക് കൊടുക്കുമ്പോൾ ആ രണ്ട് ടാസ്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നിന്റെ ഡിപ്പെൻഡൻസിയാണ് മറ്റുള്ള ടാസ്ക് എന്നതാണ്. ടാസ്ക് ഡിപ്പെൻഡൻസികൾ തിരിച്ചറിയുക. ഇവിടെ തന്നെ കാണാം, ടാസ്ക് എ ടാസ്ക് ബി ഒരു റിലേഷൻ ഉണ്ട്. ഫിൽ ഔട്ട് ദ ബാർ ചാർട്ട് ടൈം ലൈൻ വിത്ത് യുവർ ടാസ്ക്. അപ്പോൾ ആ ടാസ്കുകൾക്കൊപ്പം തന്നെ ബാർ ചാർട്ട് ടൈം ലൈൻ പൂരിപ്പിക്കുക. ആ ഒരു ടാസ്കുകളുടെ കൂടെ ടൈം ലൈൻ പൂരിപ്പിക്കുക. ഏത് സമയത്തിനുള്ളിൽ തീർത്തിരിക്കണം, അതായത് ആ നിശ്ചിത ഡേറ്റ് അവിടെ ടൈം ലൈൻ ആയിട്ട് നൽകുക. Then sixth one, assign tasks to your team members. ടീം അംഗങ്ങൾക്ക് ചുമതലകൾ നൽകുക എന്നുള്ളതാണ്. ഏതൊക്കെ ടാസ്കിന് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് എന്നുള്ള ചുമതല നൽകുക. ടാസ്ക് ഓണർ, ഡേറ്റ് ഇൻഡിക്കേറ്റർ, ടാസ്ക് ഡിപ്പെൻഡൻസി, ടാസ്ക് ലിസ്റ്റ്, ടാസ്ക് ഡ്യൂറേഷൻ, ബൗസ്. Then set milestone. നേരത്തെ നമ്മൾ പറഞ്ഞു, മൈൽസ്റ്റോൺ നാഴികക്കല്ലുകൾ സ്ഥാപിക്കുക. അതായത് ഒരു പ്രോജക്റ്റിന്റെ ചില ഘട്ടങ്ങൾ എത്ര സമയം എടുക്കുമെന്ന് കണക്കാക്കാനുള്ള മികച്ച മാർഗമാണ് ആ ഒരു നാഴികക്കല്ലുകൾ. നേരത്തെ പറഞ്ഞു മൈൽ സ്റ്റോൺസ് എന്നുള്ളത്. ആ ഒരു മൈൽ സ്റ്റോൺ സജ്ജീകരിക്കുന്നതിലൂടെ ആ പ്രോജക്റ്റ് മാനേജർക്ക് വിവിധ പ്രോജക്റ്റ് ഘട്ടങ്ങളുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും ഷെഡ്യൂളിൽ തുടരാൻ ക്രമീകരണങ്ങൾ ചെയ്യണമോ എന്ന് തീരുമാനിക്കാനും കഴിയും. അപ്പോൾ ആ ഒരു നിർദ്ദിഷ്ട ഡേറ്റിൽ ആ ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുന്നതിലൂടെ ആ പ്രോജക്റ്റിലെ ആ ഒരു സ്റ്റാറ്റസ് എന്താണ്, ഇതിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യാനും, ഇനി ആ ഷെഡ്യൂളിൽ ആ മൈൽ സ്റ്റോൺ വരെ എത്തുന്നതിന് ഇനി എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തണം എന്നൊക്കെ തീരുമാനമെടുക്കാനും സാധിക്കും. Then identify the critical path. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു നിർണായക പാത തിരിച്ചറിയുക. അതായത് the critical path in the Gantt chart is a sequence of tasks that could delay the project end date when any one of the tasks get delayed. അതായത് ഏതെങ്കിലും ഒരു ടാസ്കുകൾ വൈകുമ്പോൾ ആ പ്രോജക്റ്റ് അവസാനിക്കുന്ന തീയതി വൈകിപ്പിക്കുന്നു. ആ ടാസ്കുകളുടെ ക്രമമാണ്. അപ്പൊ പുതിയ ടാസ്കുകൾ വേണ്ടി വരും.
അപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ചേഞ്ചസ് വരുത്തി ടാസ്കുകളുടെ വ്യത്യാസം ആ ഘട്ടങ്ങൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളുടെ ക്രമമാണ് ഗാന്റ് ചാർട്ടിലെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് ഫ്ലോട്ട് ആയിരുന്നു, ദെൻ അവിടെ വ്യത്യാസം വന്നു, ഒരു ലിമിറ്റിൽ വെച്ച് വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെ ആ പ്രോജക്റ്റ് മൈൽ സ്റ്റോണിലേക്ക് എത്തുന്ന സമയം ഡേറ്റ് വ്യത്യാസപ്പെടുന്നു, എൻഡ് ഡേറ്റ് വ്യത്യാസപ്പെടുത്തേണ്ടി വരുന്നു. ഇതൊരു ഗാന്റ് ചാർട്ടാണ്. ഇതും നമുക്ക് പോർട്ട്ഫോളിയോയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ തന്നെ ഈ ഗ്രീൻ കളർ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അവിടെ ബ്രേക്ക് ഡ്യൂ ടു ഹോളിഡേ ആണ്. ദെൻ റിസോഴ്സ് കൺസ്ട്രെയിൻ ഷെഡ്യൂൾ മൈൽസ്, ഇത് ഈ ബ്ലൂ കളർ റിസോഴ്സ് കൺസ്ട്രെയിൻ ഷെഡ്യൂൾ ആണ്. ദെൻ മൈൽ സ്റ്റോൺ, ഇത് നമുക്ക് പോർട്ട്ഫോളിയോയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്യൂറേഷൻ ഓഫ് നോർമൽ ജോബ് ആണ്. ദെൻ റെഡ് കളർ കൊടുത്തിരിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ക്രിട്ടിക്കൽ ജോബ്.